ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാം. എല്ലാവർക്കും ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഒരു ചെറിയ വ്യത്യാസം. പാൻ അടുപ്പേ വെച്ചു. കടുകും ചെറിയ ജീരകം, അവിയലിന് ചേർക്കുന്ന ചെറിയ ജീരകം, അതും കൂടെ ചേർത്തു. നന്നായിട്ട് പൊട്ടിയപ്പോൾ ഞാൻ ബീട്രൂട്ട് കൊത്തി അരിഞ്ഞത് അതിനകത്തേക്ക് ചേർത്തു. ഇനി നമുക്ക് കറിവേപ്പിലയും ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പും ചേർത്ത് ചെറുതീയിൽ വേവിക്കാനായിട്ട്. ഇനി തോരൻ ആവശ്യമുള്ള അരപ്പുണ്ടാക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇത്രയും ചേർത്ത് ഒരു അര സ്പൂൺ വെള്ളവും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കണം. തേങ്ങ പൊടിയായിട്ടാണ് തിരുമ്മിയത്, അതുകൊണ്ട് അത് ചതയ്ക്കണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ബീട്രൂട്ട്, കാരണം അടി പിടിക്കരുത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും വേവിക്കാനായിട്ട് വെച്ച്, അങ്ങനെ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പം അരപ്പ് ചേർത്ത് കൊടുക്കണം. വെന്ത ബീട്രൂട്ടിലേക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഇനി അരപ്പൊന്ന് വേകണം. അതിന് ഒരു നിമിഷം ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും നമ്മൾ തട്ടിപ്പൊത്തി വെച്ച് അടച്ച് ഈ അരപ്പ് നന്നായിട്ട് വേവണം. ഇപ്പോൾ നിങ്ങളെല്ലാവരും ആലോചിക്കും, എന്താ ഇതിൽ പ്രത്യേകത, ഞങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നതെന്ന്. പറയാം. നന്നായിട്ട് അരപ്പ് വെന്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വാങ്ങണം. ബീട്രൂട്ടിന് സ്വാഭാവികമായ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ തോരൻ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇങ്ങനെ കുത്തി അരിഞ്ഞ് നമ്മൾ മുളകും മഞ്ഞളും ഒക്കെ ചേർത്ത് തോരൻ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മധുരത്തിന് ഒരു കുറവുണ്ടാവും. പക്ഷെ അവസാനം നിങ്ങൾ ഒരു നുള്ളു പഞ്ചസാര ഒന്ന് ചേർത്ത് നോക്കൂ, നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കുന്ന രുചി ആയിരിക്കത്തില്ല. ആ ബീട്രൂട്ട് തോരന് നല്ല രുചിയായിരിക്കും. ബീട്രൂട്ടിൻ്റെ ആ തനതായ രുചിയിൽ നമുക്ക് ഒരു തോരൻ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ പപ്പരയ്ക്ക കൊണ്ട് തോരൻ വെക്കുമല്ലോ, നിങ്ങളെന്താ അതിന് പറയുന്നതെന്ന് എനിക്കറിയില്ല, പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക എന്നൊക്കെ പറയുന്നത് ആ സാധനം. പപ്പരയ്ക്ക കൊണ്ട് തോരൻ വെക്കുന്ന സമയത്ത് ഇതുപോലെ കുത്തി അരിഞ്ഞ് നമ്മൾ തോരൻ വെക്കുമ്പോഴും ഒരു നുള്ളു പഞ്ചസാര ഒന്ന് ചേർത്ത് നോക്കൂ. നുള്ളേ ചേർക്കാവൂ, ഭയങ്കര രുചിയാണ്. പഞ്ചസാര കൂടി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. കുറച്ചുണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കിയാൽ മതി. ഹരേ കൃഷ്ണ.